ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 7 വെനസ്ഡേ ആണ് കേട്ടോ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ടിബറ്റൻ ഡിഷുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അതായത് ഞാനിന്ന് ഉണ്ടാക്കാനായി പോകുന്നത് വെജിറ്റബിൾ മോമോസാണ് കേട്ടോ. ഫ്രൈഡ് മോമോസും അതേപോലെ തന്നെ സ്റ്റീംഡ് മോമോസും ആണ് കേട്ടോ ഞാനിന്നിവിടെ ഉണ്ടാക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായി മറക്കരുത്. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വെജിറ്റബിൾ മോമോസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഫ്രൈഡ് മോമോസും സ്റ്റീംഡ് മോമോസും ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാനേ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനത് അതിനായിട്ട് ഇവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കപ്പളവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഗ്ലാസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിതിന് പകരമായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. വീറ്റ് ഫ്ലോർ എടുക്കാവുന്നതാണ് കേട്ടോ. മൈദപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1/2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഏതാണോ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫ്ലോർ എടുക്കാവുന്നതാണ് കേട്ടോ. ഒന്നുകിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 1 കപ്പ് എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് മൈദപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിതാ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യാനുസരണം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ദോശമാവ് പോലെ ആയിപ്പോവും. നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന രൂപത്തിലാണ് നമുക്കിവിടെ മാവ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. മോമോസിൻ്റെ മാവ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചായി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മാവൊന്ന് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന രൂപത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിക്ക് എടുത്തിട്ടുള്ളത് 1/4 കപ്പ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കയ്യിലും അതേപോലെ തന്നെ പാത്രത്തിലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, നമ്മുടെ മാവ് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് കേട്ടോ നമ്മളിങ്ങനെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതാ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റാക്കി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. 5 മിനിറ്റ് നേരം നമുക്ക് നല്ലപോലെ നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് ഇതാ നല്ലപോലെ സോഫ്റ്റാക്കി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്കിവിടെ മോമോസിന് വേണ്ട വെജിറ്റബിൾ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കതവിടെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾ മോമോസിനുള്ള വെജിറ്റബിൾ ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിതവിടെ ഒരു പാൻ ചൂടാക്കാനായി വെച്ചിട്ട് ചൂടായി വന്ന് അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അത് ചൂടായി വന്നതും അതിലേക്ക് ഞാനിതാ ഒരു 5 അല്ലി വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വരും കേട്ടോ ഇത്.
ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് അത് തൊലി കളഞ്ഞിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് നമുക്കതും ചേർത്ത് കൊടുക്കാം. ഞാനിതവിടെ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുള്ള അതേ സെയിം അളവിൽ തന്നെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയുമാണ് കേട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടും ചെറുതാക്കി മുറിച്ചിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്തെടുത്ത ശേഷം ആദ്യം ചെറുതാക്കി മുറിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ സവോള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് ക്യാബേജ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് കപ്പിലുള്ള അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലുള്ള നമ്മളിവിടെ ഫ്ലോർ മിക്സ് എടുത്തത്, അതായത് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ എടുത്തത്, അതേ കപ്പിൽ തന്നെ അല്ലെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് 1 കപ്പ് ക്യാബേജ് ചെറുതാക്കി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതവിടെ 1 കപ്പ് ക്യാബേജ് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 കപ്പ് ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏത് കപ്പിലാണോ ഫ്ലോർ എടുത്തത്, അതായത് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുത്തത്, അതേ കപ്പിൽ തന്നെ 1 കപ്പ് നമുക്ക് ക്യാബേജും അതേപോലെ തന്നെ ക്യാരറ്റും ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ സിമ്മിൽ നിന്നും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുത്ത ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ നിന്നും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് നമ്മുടെ ക്യാരറ്റും ക്യാബേജും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്കത് വെന്ത് കിട്ടിക്കോളും. നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിത് സോയ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സോയ സോസും കൂടെ ഒഴിച്ച് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 3 മിനിറ്റ് നേരം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പെപ്പർ പൗഡറും സോയ സോസും ഉപ്പും എല്ലാം നമ്മുടെ വെജിറ്റബിൾസിൽ നല്ലപോലെ പിടിച്ച് കിട്ടാനാണ് കേട്ടോ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം.
നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് കേട്ടോ നമ്മളിവിടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ നമുക്കതിലേക്ക് പിടിച്ച് കിട്ടാനാണ് നമ്മളിങ്ങനെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അങ്ങനെ ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ മാവ് ഇതാ കുഴച്ച് വെച്ചിരുന്ന മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. നമുക്കിനി അതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാനിത് ക്ലീൻ ആയിട്ടുള്ളൊരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഫ്ലോർ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് ഒരു പപ്പടത്തിൻ്റെ സൈസിൽ നമ്മളിവിടെ ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി കോല് കൊണ്ട് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ പരത്തിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് സെൻറ്ററിലായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിതവിടെ കുറച്ച് ഫില്ലിങ്സ് എടുത്തിട്ട് സെൻറ്ററിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിതവിടെ ഒരു അറ്റത്ത് നിന്നും ഈ അറ്റത്തേക്ക് ഞാനിതിവിടെ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മടക്കി കൊടുത്തിട്ട് സൈഡൊന്നും കാണാത്ത വിധത്തിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സൈഡൊക്കെ ഒന്ന് ഒട്ടിപ്പോകും കേട്ടോ. കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാപ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു ഡിസൈൻ കിട്ടും കേട്ടോ. നമ്മുടെ ആ എൻഡിൽ നമുക്ക് നല്ലൊരു ഡിസൈൻ കിട്ടും കേട്ടോ. ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ട് മെല്ലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലൊരു ഡിസൈനായി കിട്ടും. അങ്ങനെ നമ്മുടെ ഒരു മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഒരു മോമോസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ട് വരാം. ഞാനിതവിടെ വേറൊരു ഷേപ്പിലും കൂടെ മോമോസ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടെ ഞാനിതവിടെ കുഴച്ച് വെച്ചിരുന്ന മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ആ പൊടിയിലേക്കൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരു പപ്പടത്തിൻ്റെ സൈസിൽ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഫില്ലിംഗ് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസിൻ്റെ ഫില്ലിംഗ് കുറച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് മടക്കി എടുക്കാം. നമ്മൾ സാരിക്ക് ഫ്ലീറ്റ് എടുക്കുന്ന പോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിതപ്പോൾ ഇവിടെ ഈ റൗണ്ട് ഷേപ്പിലും കൂടെ മോമോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മൂൺ ഷേപ്പിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ 2 ഷേപ്പിലും നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് മോമോസ് വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മോമോസ് എല്ലാം ഇവിടെ
ഷേപ്പിൽ 2 ഷേപ്പിലും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഞാനിവിടെ സ്റ്റീം ചെയ്യാനും കുറച്ച് ഞാനിവിടെ ഫ്രൈ ചെയ്യാനുമായിട്ടാണ് പോകുന്നത്. എനിക്കിവിടെ 1 കപ്പ് മൈദപ്പൊടിക്ക് 10 മോമോസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാനിതിവിടെ ഒരു ഇഡ്ഡലി പാത്രം ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 ടൈപ്പ് മോമോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒന്ന് ഫ്രൈഡ് മോമോസും രണ്ടാമത്തേത് സ്റ്റീം മോമോസുമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇഡ്ഡലി പാത്രം ചൂടാക്കാനായി വെള്ളം ഒഴിച്ച് ചൂടാക്കാനായി വെച്ചാൽ ചൂടായി വന്നതും അതിലേക്ക് ഞാനിതാ നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ മോമോസ് എല്ലാം വെച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് വരാം. ആവിയിൽ വേവിച്ചെടുത്തിട്ട് വരാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് വരെ നമുക്ക് ഈ മോമോസ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളുടെ ഇഡ്ഡലി പാത്രം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്കിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ സൺഫ്ലവർ ഓയിൽ ചൂടായി വന്നതും അതിലേക്ക് നമ്മുടെ മോമോസ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സൈഡ് ഇത് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടേത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ മോമോസ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം മാറ്റി കൊടുത്തിട്ട് നമ്മുടെ മോമോസ് ഓരോന്നോരോന്നേ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. 2 സൈഡും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ള മോമോസും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് മോമോസ് എല്ലാം നമ്മളിത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈഡ് മോമോസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് മോമോസ് ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്ന മോമോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഡ്ഡലി പാത്രം നമ്മൾ തുറന്നു നോക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മോമോസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റീം മോമോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വേവിക്കാനായി വെച്ചിരുന്ന മോമോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റീം മോമോസും ഫ്രൈഡ് മോമോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾ മോമോസാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ വെജിറ്റബിൾ ഫില്ലിങ്ങിന് പകരമായിട്ട് ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മോമോസും ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. ഞാനിന്നിവിടെ ഫില്ലിങ്ങായി വെച്ച് കൊടുത്തിട്ടുള്ളത് വെജിറ്റബിൾസ് മാത്രമാണ് കേട്ടോ. ക്യാബേജും ക്യാരറ്റും മാത്രമാണ് കേട്ടോ ഫില്ലിങ്സ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ക്യാരറ്റും ക്യാബേജും ഉണ്ടെങ്കിൽ ഇതേപോലെ മോമോസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരും ഹാപ്പി ആവും കേട്ടോ. അതേപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരും കഴിക്കും കേട്ടോ. അതേപോലെ നമ്മൾ കഴിക്കാനായിട്ടും സ്നാക്കായിട്ട് കഴിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്, ഈ മോമോസ്. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുഞ്ഞുമക്കൾക്ക്, ക്യാരറ്റ് ക്യാബേജ് ഒന്നും കഴിക്കാത്ത കുഞ്ഞുമക്കൾക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഹാപ്പി ആവും കേട്ടോ, അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഈ മോമോസിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് സൈഡ് ഡിഷായിട്ട് നമുക്ക് മോമോസ് ചട്നിയും സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസും കഴിക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് വെറുതെ തന്നെ കഴിക്കാനായാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മോമോസ് ചട്നി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നന്നായി പഴുത്ത 2 തക്കാളി
സെൻറ്ററിൽ നിന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് കീറിയ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 നന്നായി പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കാം. സെൻറ്ററിലാക്കി ചെറുതായിട്ടൊന്ന് കീറിയ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 4 ഉണക്കമുളക്, ചുവന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ 4 ഉണക്കമുളകും 2 നന്നായി പഴുത്ത തക്കാളിയും അതിൻ്റെ കൂടെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, ആ പാത്രത്തിലേക്ക്. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തക്കാളിയുടെ മുകളിൽ നിൽക്കണം കേട്ടോ വെള്ളം, ആ വിധത്തിൽ വേണം കേട്ടോ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. തക്കാളി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം കേട്ടോ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ തക്കാളിയും ഈ ചുവന്ന മുളകും വെളുത്തുള്ളിയും കൂടെ ഒരു 15 മിനിറ്റ് നല്ലപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്ത ശേഷം തക്കാളിയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് തണുക്കാനായി മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന തക്കാളിയും ചുവന്ന മുളകും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും വേണമെങ്കിൽ നല്ലൊരു കളറ് കിട്ടാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ മോമോസ് ചട്നിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാനായി പറയുന്നത്, കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാനായി പറയുന്നത്. അതില്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ, ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളിതാ വേവിച്ച തക്കാളി തൊലി കളഞ്ഞ ശേഷം ആ തക്കാളിയും ഉണക്കമുളകും വെളുത്തുള്ളിയും ഉപ്പും പഞ്ചസാരയും കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താൽ നമ്മുടെ മോമോസ് ചട്നി ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. നമ്മുടെ ഈ മോമോസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സൈഡ് ഡിഷാണ് കേട്ടോ ഈ മോമോസ് ചട്നി. ഇനിയിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും സൈഡ് ഡിഷായിട്ട് കഴിക്കാനേ പറ്റും കേട്ടോ. ഞാനിവിടെ മക്കൾക്ക് മോമോസ് ചട്നി ഒന്നും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാനിവിടെ അവർക്ക് മൊയോട്ടോ സോസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ മൊയോട്ടോ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മയോണൈസ് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ മൊയോട്ടോ സോസ്. ഞാനിവിടെ മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് കാണണേ. മുട്ടയൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള പൊട്ടാറ്റോ യൂസ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മയോണൈസ് റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. SJ ഫാമിലി ആൻഡ് ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് എന്ന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മയോണൈസിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് കാണണേ, കണ്ടിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ മോമോസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ മയോട്ടോ സോസ്. 3 ടേബിൾ സ്പൂൺ മയോണൈസും 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മയോട്ടോ സോസ് ഇവിടെ റെഡി കിട്ടും കേട്ടോ. ഇന്ന് ഞാൻ മക്കൾക്ക് സ്കൂളിലേക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിട്ടത് ഈ മോമോസും ഫ്രൈഡ് മോമോസും സ്റ്റീം മോമോസും അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഈ മയോട്ടോ സോസുമാണ് കേട്ടോ ഇവിടെ കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മോമോസ് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഫ്രൈഡ് മോമോസും സ്റ്റീം മോമോസും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ മോമോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഫ്രൈഡ് മോമോസും സ്റ്റീം മോമോസും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക. കണ്ടിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ. Thank you for watching our videos, dears. Subscribe our channel and support us. Thanks for watching.